നമസ്കാരം. ഗവർണർക്കെതിരെ SFIക്കാർ നടത്തിയ അതിക്രമം, തിരുവനന്തപുരത്ത് നടത്തിയ അതിക്രമം നമുക്കറിയാം. അവിടെ നിന്നാണ് ഇപ്പോൾ ഗവർണറും സർക്കാരും പിണറായി വിജയൻ സർക്കാരും ഒക്കെ എതിരായിട്ടുള്ള ഒരു സംഭവം അരങ്ങേറുന്നത്. കോഴിക്കോട് സംഭവങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. എന്തായാലും ആ കേസിൽ DGPയോട് റിപ്പോർട്ട് ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. ഗവർണർക്ക് ഇപ്പോൾ DGP റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്നാണ് വരുന്ന വിവരം. റിപ്പോർട്ട് കൊടുക്കാൻ കാരണം എന്നത് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ബൃഹത്തായ അന്വേഷണം ഇവിടെ നടത്തിയിരുന്നു. അത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. കേരള പോലീസിന് അന്വേഷണങ്ങൾ നടത്തുന്നതിനേക്കാൾ വളരെ വിപുലമായിട്ട് IB ഇന്റലിജൻസ് ബ്യൂറോ ഒരു പ്രത്യേക അന്വേഷണം നടത്തിയിരുന്നു. അവർ ഇവിടുത്തെ ആ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചു കൊണ്ടുള്ള വിപുലമായ അന്വേഷണമാണ് IB നടത്തിയത്. IBയുടെ അന്വേഷണം അത്തരത്തിൽ വളരെ ജനുവനായിരിക്കും, വളരെ കൃത്യമായിരിക്കും എന്ന് നമുക്കറിയാവുന്നതാണ്. അങ്ങനെ IB അങ്ങനൊരു അന്വേഷണം നടത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. ഗവർണറെ കാറ് തടഞ്ഞതും കാറിൽ ഇടിച്ചതും SFIക്കാർ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതും പോലീസ് അതിൻ്റെ ഒരു പ്രധാന നേതാവ് ഈ ഗവർണറുടെ റൂട്ട് ചോർത്തി കൊടുത്തതും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ IB ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്നത് അറിയാവുന്നത് കൊണ്ട് തന്നെ DGP റിപ്പോർട്ട് കൊടുക്കാതെ ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം റിപ്പോർട്ട് വലിച്ചു നീട്ടാൻ കുറച്ച് ദിവസം കൂടെ വേണം, കുറച്ച് ദിവസം കൂടെ ചോദിച്ചുകൊണ്ട് നീട്ടാമെന്നൊക്കെയാണ് ഒരുപക്ഷെ DGP കരുതിയിരുന്നതിരിക്കാം. കാരണം PVയുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഈ DGP എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് PVക്ക് വിഷമം വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. മുഖ്യമന്ത്രി PV വിഷമിച്ചാൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടാവുമെന്ന് അറിയാം. എങ്കിലും ഗവർണർ എന്ന് പറയുന്നത് സ്ഥാനം എന്താണെന്ന് DGPക്ക് ഭംഗിയായിട്ട് അറിയാം. ഗവർണർ ആരാണ്, അദ്ദേഹത്തിൻ്റെ അധികാരം എന്താണെന്നും DGP നന്നായിട്ട് അറിയാം. അതുകൊണ്ട് DGP മാത്രമല്ല, ഈ നേരത്തെ പറഞ്ഞ പോലെ IBയുടെ റിപ്പോർട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ റിപ്പോർട്ട് കൊടുക്കാതിരിക്കാനൊക്കെയില്ല. ഗവർണർക്ക് അങ്ങനെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. റിപ്പോർട്ട് കൊടുത്തതിൽ ഞങ്ങൾ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. ഈ പോലീസിൻ്റെ വീഴ്ച കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. പോലീസ് വീഴ്ചയെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട കൺട്രോൾമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർക്കും CIക്കും SIക്കും എതിരെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അവരുടെ മറുപടി കിട്ടിക്കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കും. അതുപോലെ തന്നെ ഈ അക്രമം കാണിച്ച പിള്ളേരെ പിടികൂടിയിട്ടുണ്ട്. 7 കുട്ടികളെ കണ്ടെത്തുകയും അവരെ 124 വകുപ്പ് അനുസരിച്ച് ജയിലിലാക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ മറ്റ്5 പേരെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം വിശദമായി പറഞ്ഞുകൊണ്ടാണ് DGP ഗവർണർക്ക് ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. പക്ഷേ ആ റിപ്പോർട്ട് പോയി ഈ പറയുന്ന നോട്ടീസൊക്കെ നൽകി അവർക്കെതിരെ നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതിനകത്ത് ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ യാത്ര ചോർത്തി കൊടുത്ത കേരള ഇന്റലിജൻസ് ബ്യൂറോയുടെ പ്രധാന നേതാവും പോലീസ് അസോസിയേഷൻ്റെ നേതാവുമായ വ്യക്തിക്കെതിരെ എന്ത് നടപടിയെടുക്കും എന്നുള്ളതിനെക്കുറിച്ചും ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ടൊന്നും DGP പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിനെ തൊടാൻ DGPക്ക് പോലും ഭയമാണ് എന്ന് തോന്നുന്നു. എന്തായാലും DGP ആ ഒരു റിപ്പോർട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഈ നടപടിയെ ന്യായീകരിച്ചുകൊണ്ടാണോ അതല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് കാണിക്കാനാണോ, എന്തായാലും ആ വിഷയം റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് ഇത്രമാത്രം മുന്നോട്ട് കൊടുത്തിരിക്കുന്ന സ്ഥിതിക്ക് മറ്റൊരു നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നു. ഗവർണറെ തടഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ പോലീസുകാരനെതിരെയും ഒരു നടപടിയും സ്വീകരിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം മുകളിൽ നിന്നും DGPക്കും പോലീസിൻ്റെ ഉയർന്ന മേധാവികൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഇതോടൊപ്പം നമ്മൾ ചേർത്ത് പറയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ പോലീസ് അസോസിയേഷൻ്റെ നേതാവ്, ഈ റൂട്ട് ചോർത്തിക്കെടുത്ത നേതാവിന് ഒരു ചുക്കം സംഭവിക്കില്ല എന്നത് വ്യക്തമായിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ 3 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, അതായത് കൺട്രോൾമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർക്കും CIക്കും SIക്കും എതിരെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നോട്ടീസിന് മറുപടി കിട്ടിയാൽ നടപടിയെടുക്കുമെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞെങ്കിലും അവർക്കെതിരെയും ഒരു കുന്തവും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്യരുത് എന്നുള്ള നിർദ്ദേശമാണ് മുകളിൽ നിന്നും എത്തിയിരിക്കുന്നത് പോലീസിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ്. പക്ഷേ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ ഈ പോലീസ് കമ്മീഷണർ, ജില്ലാ പോലീസ് കമ്മീഷണർ നേരിട്ട് നിന്ന് സുരക്ഷ നിയന്ത്രിക്കേണ്ടതാണ്. പക്ഷേ അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിനാണ് ഇപ്പോൾ നടപടിയെടുക്കാൻ ചുമതല DGP കൊടുത്തിരിക്കുന്നത് എന്നതും മറ്റൊരു വിരോധാഭാസം.